അല്ല മഞ്ജുഷ, അതിനു മുമ്പ് വേണുഗോപാൽജിയുടെ ഒരു പ്രസ്താവന കേട്ട് എനിക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റാതായി പോയി. എന്താണ്? അതായത് അദ്ദേഹം പറയുന്നത് ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്ത് മൊത്തം കൈവിട്ടുപോയി. ആരുടെ കൈവിട്ടുപോയി? സർക്കാരിന്റെ അല്ല കേട്ടോ, അല്ലല്ല, പ്രതിപക്ഷത്തിന്റെ കൈവിട്ടുപോയി. പ്രതിപക്ഷത്തിന് എന്തുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല? ഇന്ത്യയിലെ പ്രതിപക്ഷം നടത്തേണ്ട ഒരു പ്രക്ഷോഭം വിദ്യാർത്ഥികൾ നടത്തിയാൽ അതിന് പിന്നെ എന്താ പറയണ്ടേ? കൈവിട്ടുപോയി എന്നല്ലേ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് രാഹുൽ ഗാന്ധി കാരണമല്ല. രാഹുൽ ഗാന്ധി കാരണമല്ല രാജിവെച്ചത്. ഈ പിള്ളേരുടെ സമരത്തിന്റെ കാരണമാണ് രാജിവെച്ചത്. അവരുമായിട്ടുള്ള ഒത്തുതീർപ്പ് അതായത് പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കെ പാർലമെന്റിന് പുറത്ത് ഡിസ്കഷൻ നടത്തി പാർലമെന്റിനെ ശുവാക്കിക്കൊണ്ട് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്ത ആരാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 വർഷത്തെ ചരിത്രത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ നിന്ന് ഒരു മന്ത്രിക്ക് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്ന ഒരു സംഭവം പ്രതിപക്ഷത്തിന്റെ പരാജയമാണെന്ന്. തീർച്ചയായിട്ടും പരാജയമാണ്. പ്രതിപക്ഷം ഇല്ല ഇവിടെ, വിദ്യാർത്ഥികളായിരുന്നു പ്രതിപക്ഷം. ശരിക്കും പറഞ്ഞാൽ ആ പാർട്ടിയുടെ നേതാവിനെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കുക. നിങ്ങൾ രാജിവെക്കാനായിട്ട് രാഹുൽ ഗാന്ധിയോട് പറയുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധി ഓൺ ദ സ്പോട്ട് രാജിവെക്കുക. എന്നിട്ട് പാർട്ടിയുടെ നേതാക്കളെ ആരെങ്കിലും പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കുക. അതാണ് ചെയ്യേണ്ടത്. ഈ വാദഗതി പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ പ്രതിപക്ഷത്തിന് ഒരു സമരം സംഘടിപ്പിക്കാൻ നിങ്ങൾ കർഷക സമരം പറയുന്നു. കർഷക സമരം ആരാ സംഘടിപ്പിച്ചത്? കർഷക സമരം ഇവിടുത്തെ പ്രതിപക്ഷമാണ് സംഘടിപ്പിച്ചത്. അതായത് പ്രതിപക്ഷത്തിന്റെ കൈവിട്ടു പോയി. ഇന്ത്യയിലെ ഒരു പ്രശ്നവും പ്രതിപക്ഷത്തിന് കൊണ്ടുവരാൻ കാണുന്നില്ല, പ്രതിപക്ഷത്തിന് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം വലിയ ആളാന്ന് പറയുന്നത്? പാർലമെന്റിൽ വന്ന് കൂവിയത് കൊണ്ട് മാത്രം അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റുമോ? സിബി, നേരത്തെ കേണൽ ഡിന്നി പറഞ്ഞ കാര്യം പ്രസ്താവനയല്ല, ചർച്ച തന്നെ ആകാമെന്ന് സമ്മതിച്ചതാണ്. അല്ലല്ല, ഒരു മഞ്ജുഷേ, ഒരു സംഭവം ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ മന്ത്രി രാജിവെച്ചാലും പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം. കാരണം അദ്ദേഹത്തിന്റെ നഷ്ടമാണ്. വളച്ചൊടിക്കരുത്. പ്രതിപക്ഷത്തിന്റെ കർമ്മം ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷത്തിന്റെ കർമ്മം നടത്താതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പ്രതിപക്ഷത്തിന്റെ കർമ്മം പ്രതിപക്ഷം ചെയ്യുക, എന്നിട്ട് രാജിവെക്കാൻ പറഞ്ഞാൽ അന്തസ്സുണ്ട്. രാജിവെക്കണം. എന്തൊരു പരിഹാസ്യമായ. എങ്ങനെ പ്രതിപക്ഷ നേതാവിന് അവിടെ ഇരിക്കാൻ കഴിയുന്നു? അതുകൊണ്ടാണ് ഈ ഗോഷ്ഠി കാണിക്കുന്നത്. 17 ദിവസം പാർലമെന്റിൽ പ്ലക്കാർഡ് വെച്ചുകൊണ്ട് നിൽക്കേണ്ടി വന്നത് പ്രതിപക്ഷത്തിന്റെ കർമ്മം ചെയ്യാൻ സാധിച്ചില്ല. ആ കർമ്മം ഞങ്ങൾ ഇങ്ങനെ കൂവി തീർക്കാന്നുള്ളതാണ്. കഷ്ടമാണ് ഈ പറയുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ സാർ. എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ ഒരു പ്രക്ഷോഭം നടത്തുന്നെങ്കിൽ ഇടതുമുന്നണി നടത്തുന്ന പ്രക്ഷോഭമാകാം, അല്ലെങ്കിൽ BJP നടത്തുന്ന പ്രക്ഷോഭമാകാം. ആരും അറിയാത്ത ഒരു പ്രക്ഷോഭം എങ്ങനെയാ സംഘടിപ്പിക്കുന്നത്? ഇവരെക്കാൾ കൂടുതൽ ആളുകൾ ശ്രീ സിബി, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരിക. ഇതൊരു പ്രസ്താവനയല്ല, ഒരു ചർച്ച തന്നെ സമ്മതിച്ചതാണെന്നേ 24 മണിക്കൂർ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മഞ്ജുഷ്, അതായത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രസ്താവന നടത്തണം ആഭ്യന്തരമന്ത്രി എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യം 16 ദിവസമാണ് ഈ ആവശ്യത്തിൽ നിന്ന് ഇദ്ദേഹം ഒളിച്ചോടിയത്. ഓക്കെ, അപ്പം കേണൽ ഡെന്നി പറയും ഒളിച്ചോട്ട് ഉപയോഗിച്ചുകൂടാന്ന്. അവർക്ക് പ്രതിപക്ഷ നേതാവിനെ വേറൊരു വാക്കിൽ വിശേഷിപ്പിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് കുറവൊന്നുമില്ല. പക്ഷേ അമിത്ഷാജി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഒളിച്ചോട്ടം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു നമ്മളൊരിക്കലും അതൊരു മോശം വാക്കാണെന്ന്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നു. അപ്പം കഴിഞ്ഞ 17 ദിവസം അമിത്ഷാ ഒളിച്ചോടി. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ഒരു പ്രസ്താവന നടത്താൻ പറ്റാതെ ഒളിച്ചോടി. എന്നിട്ട് പാർലമെന്റ് പിരിയുന്നതിന്റെ തലേന്ന് വന്ന് പറയുകയാണ് നാളെ വേണമെങ്കിൽ ഒരു ചർച്ച നടത്താം. അങ്ങനെയാണോ അതിന്റെ രീതി? ഇത്രയും കരുത്തുള്ള അമിത്ഷാ എന്തുകൊണ്ടൊരു പ്രസ്താവന നടത്താൻ തയ്യാറില്ല? ശ്രീ വേണുഗോപാൽജി പറയുന്ന പോലെ യെസ് ഓർ നോ ചോദ്യം ഒന്നുമല്ലല്ലോ. ഒരു പ്രസ്താവന എഴുതി വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അരമണിക്കൂർ എടുത്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാമല്ലോ. അല്ല, അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഞങ്ങൾക്ക് വേറെ ഒന്നും കേൾക്കണ്ട. ഇന്ന് പറഞ്ഞേ പവൻ ഖേര പറഞ്ഞു, ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ഒന്നും കേൾക്കണ്ട. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് താങ്കൾ പറഞ്ഞിട്ടാണോ? ഇത് മാത്രം കേട്ടാൽ മതി എന്നാ പറഞ്ഞേ. അവിടെ എങ്ങനെ ചർച്ച നടത്താൻ പറ്റും? അവര് വേണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് പൊയ്ക്കോട്ടെ. എങ്കിലും രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്ക് വന്ന് പ്രസ്താവന നടത്താമല്ലോ. പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയാലും അമിത്ഷായ്ക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ ഇന്ത്യൻ പാർലമെന്റ് അവസരം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ BJPക്ക് പറഞ്ഞു നിൽക്കാമായിരുന്നു. ഞങ്ങൾ ഉത്തരം പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ പ്രതിപക്ഷം ചെവി കൊണ്ടില്ല എന്ന് പറയാമായിരുന്നു. അതുപോലും പറയാതെ പോയപ്പോൾ ഇതൊരു ഒളിച്ചോട്ടം തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് സമനിലയിൽ പിരിഞ്ഞു എന്ന് ഭംഗിയാന്തരയുടെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം ഒരു ഭീരുത്വത്തിന് നടപടിയായിരുന്നു. വന്ദേ മാതരം പാടി അത് പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭരണപക്ഷം ഒരു രീതിയിലും 2 വാക്ക് പറയാൻ തയ്യാറായില്ല.
കാരണം അത് പ്രതിപക്ഷത്തെ ഭയന്ന് തന്നെയാണ്. പ്രതിപക്ഷം വോക്കൗട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, എങ്കിലും ഇന്ത്യ മഹാരാജ്യത്തോടായി ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. പ്രതിപക്ഷം പബ്ലിക് മീഡിയയിലുണ്ട്, പിള്ളേരോട് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. പാർലമെന്റിൽ ഇതേക്കുറിച്ച് ഒന്നും മിണ്ടുവാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞില്ല. അമിത്ഷാ വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു, പക്ഷെ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. ശരി ശ്രീ മഞ്ജുഷ്, അല്ല ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ മഞ്ജുഷേ. അതായത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അമിത്ഷായ്ക്ക് ഒരു പ്രസ്താവന നടത്താൻ പറ്റില്ല. കാരണം ഈ ഡൽഹി പോലീസ് ആണിവെച്ച ലാത്തി പ്രയോഗിച്ചതും പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതും ആർക്കെതിരെയാണെന്ന് അറിയാമോ? കഴിഞ്ഞ കുറെ കാലമായി, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന് മേലായി BJPക്ക് വോട്ട് ചെയ്യുന്ന ഉത്തരേന്ത്യയിലെ മിഡിൽ ക്ലാസ് സമൂഹത്തിനെതിരെയാണ്. അവരുടെ വോട്ട് ബാങ്കാണത്. അവരുടെ വോട്ട് ബാങ്കിനെതിരെ എന്തുകൊണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നുള്ളത് വന്ന് പാർലമെന്റിൽ പറയാൻ ഷായിക്ക് മുട്ടുപിറയ്ക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം. 1984 3000 പേരെയാണ് രാജീവ് ഗാന്ധി ഒന്നും വേണ്ടിയിട്ടില്ല. അതെ നോക്കൂ, നമ്മളിത് മനസ്സിലാക്കേണ്ടുള്ളത് ഇപ്പം ഇവർ പറയുന്നത് വീണ്ടും ഇൻക്ലൂഡിങ് എനിക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻ വർഗീസ് സർ പോലും അത് പറഞ്ഞല്ലോ എന്ന് എനിക്ക് അതിശയമുണ്ട്. അതായത് ഭീരുത്വമാണെന്നുള്ളത്. എന്ത് ഭീരുത്വമാണ്? എന്താണ്? അതായത് ഏതെങ്കിലും ഒരു ഹോം മിനിസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു റൈറ്റ് കൺട്രോളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു DSP റാങ്ക് ഓഫീസർ ചെയ്യേണ്ട കാര്യമാണ്. അത് SOP പ്രകാരം DSP റാങ്ക് ഓഫീസർ ചെയ്യേണ്ടുള്ളതാണ്. അതിന് ലേഡ് ഔട്ട് പ്രൊസീജിയർ ഉണ്ട്, ഏതൊക്കെ രീതിയിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. അതിന് അമിത്ഷാ മറുപടി പറയണം എന്ന് പറയുമ്പം അത് എന്താ, നമുക്ക് ഈ പ്രൊസീജിയർ ഒന്നും അറിയാത്തവരാണോ? എനിക്ക് അത് തിരിച്ചു ചോദിക്കുകയാണ്, ജാർഖണ്ഡിൽ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ചെയ്യുന്നില്ല? ജാർഖണ്ഡിൽ ശ്രീ രാഹുൽ ഗാന്ധി ഒരു പ്രാവശ്യം പോലും വിസിറ്റ് പോലും നടത്തിയില്ലല്ലോ. അവിടെയും ലാത്തിചാർജ് നടന്നു, അവിടെയും കുട്ടികളുണ്ടായിരുന്നു, അവിടെയും ഞങ്ങളെ BJPയുടെ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കുട്ടികൾ തന്നെയാണല്ലോ അവിടെ എന്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി പോയില്ല? അപ്പൊ ഈ പൊള്ളത്തരം അവിടെ കാണിക്കുന്നില്ലേ? അപ്പൊ അവിടെ അതല്ലേ? അപ്പൊ അതിന് ഇതൊരു ഭീരുത്വം എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ് ഇസ് നോട്ട് പൊളിറ്റീഷ്യനെ സംബന്ധിച്ചുള്ള ഭീരുത്വം എന്താണ്? പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കുന്നതാണ് അവരുടെ കറേജ്. അല്ലാതെ എവിടെയെങ്കിലും പോയല്ല. അപ്പൊ പൊളിറ്റിക്കൽ ഡിസിഷൻസ് വെച്ചാണ് നമ്മൾ ഓരോരുത്തർ അളക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സർദാർ വല്ലഭഭായ് പട്ടേൽ ആയാലും ശരി, ശ്രീമതി ഇന്ദിരാഗാന്ധി 1971 വാറിന്റെ ആയാലും ശരി, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ലാൽ ബഹാദൂർ ശാസ്ത്രി ആയാലും ശരി, ശ്രീ അമിത്ഷായെ കുറിച്ച് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ശ്രീ നരേന്ദ്രമോദിയായിട്ട് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്? ആർട്ടിക്കിൾ 370 ഒരു കാരണവശാലും പോകത്തില്ല എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 370 നക്സലിസം ഇല്ലാതാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PFI, കേരളത്തിൽ നിന്നുള്ള PFI പിടിക്കണമെങ്കിൽ ചെറിയ കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ ചെയ്യണമെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിഷൻസ് വിത്ത് കറേജ് ആണത്. അതാണ് യഥാർത്ഥ കറേജ്. അല്ലാതെ ഒരു പാർലമെന്റിൽ നിന്ന് സംസാരിക്കുക. ഈ കഴിഞ്ഞ പാർലമെന്റ്, ഈ പാർലമെന്റ് സെഷൻ അല്ല, കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ എന്തായിരുന്നു? ഇതേപോലെ പറഞ്ഞില്ലേ അമിത്ഷാ മറുപടി പറയണം. എന്നിട്ട് നിന്ന് അദ്ദേഹം പ്രസംഗിച്ചില്ലായിരുന്നോ? ഇവർ ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരം പറയാൻ പറ്റുമായിരുന്നോ? അദ്ദേഹം മുഖത്തൊന്നുമില്ല. അപ്പൊ ഈ ഭീരുത്വം ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ശ്രീ അമിത്ഷായുമായി അസോസിയേറ്റ് ചെയ്തില്ല. ഇറ്റ് സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ട്രാറ്റജി, ഡിസ്റപ്ഷൻ ഉള്ള സ്ട്രാറ്റജി, അത് പൊളിഞ്ഞുപോയി. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നഷ്ടം വരുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചില്ലേ ശ്രീ അമിത്ഷാ ആൻസർ ചെയ്യണമെങ്കിൽ, ഈ സഭ നടത്തിക്കൊണ്ട് ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി എണീച്ച് ചോദിക്കുകയാണ്, എനിക്ക് ശ്രീ അമിത്ഷാ ഇതിന് ഉത്തരം പറയൂ, ആരാണ് ഉത്തരവാദിത്തം ചെയ്തത്, എങ്ങനെയാണ് ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞിരുന്ന ശ്രീ അമിത്ഷാ അവിടെ എണീച്ച് നിന്ന് ഉത്തരം പറയേണ്ടി വന്നാണ്. പക്ഷെ നിങ്ങളത് സമ്മതിച്ചില്ല. അപ്പൊ എന്ത് പറ്റി? ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് പറയാൻ എന്തിനാ പാർലമെന്റിൽ വരുന്നത്? സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ പ്രസിൽ പറഞ്ഞൂടെ? ഡിസ്കഷൻ ആണ് അവിടെ. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ പാർലമെന്റിൽ പറയേണ്ട സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിലാണ് സാർ പറയേണ്ടത്. ഇന്ത്യയിലെ ജനങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴാണ്? ആഫ്റ്റർ എ ഡിസ്കഷൻ ആണ് സ്ഥലമാണ് സാർ. പാർലമെന്റിൽ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആഭ്യന്തരമന്ത്രി നടത്തണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടാൽ അത് ചെയ്യണം. അതൊരു ഡിസ്കഷന് ശേഷം ആയിരിക്കണം. അല്ലാതെ ആദ്യമേ വന്ന് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം എന്ന് ഔട്ട് ഓഫ് ദ പാർലമെന്റ് പറഞ്ഞാൽ പോരാ. അരമണിക്കൂർ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നേ. അല്ല, അതിന് സമ്മതിക്കണ്ടേ? അതിന് ഇരുന്നേരണ്ടേ? സമ്മതിക്കണ്ടേ? അല്ല, കേറുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇവന് കേറുന്നതിന് കാര്യം എന്താ? ഞങ്ങൾ കേറുന്നതിന് മുമ്പായിട്ട് ഈ ഒരു മര്യാദക്ക് ഇരിക്കാൻ തയ്യാറാവുന്ന അതിന് തയ്യാറല്ല. പാർലമെന്റിൽ കയറാതെ ഒളിച്ചു നടക്കുകയായിരുന്നു. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അതിനകത്ത് എങ്ങും പോകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ കൃത്യം 11 മണിക്ക് പ്ലക്കാർഡ് പിടിച്ച് അവിടെ നിങ്ങൾ വെൽ ഓഫ് ദി ഹൗസിൽ വന്നാൽ എങ്ങനെയാണ് സംവാദം നടക്കുക? നിങ്ങളൊന്ന് പറയൂ. അത് പറഞ്ഞിട്ട് കൃത്യം 11 മണിയാകുമ്പോൾ നമ്മൾ എല്ലാ ദിവസം കാണുന്നല്ലേ? ഏതെങ്കിലും ഒരു ദിവസം പോലും 11 മണിക്ക് പ്ലക്കാർഡ് പിടിച്ച് നിൽക്കാത്ത സംഭവം ഉണ്ടോ? എന്തിനാണ് 11 മണിക്ക് നിൽക്കുന്നത്? നിങ്ങൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങൾ പറയാൻ ശരി അദ്ദേഹം വന്നില്ല. എന്തുകൊണ്ട്
കൃത്യം അത് നിങ്ങളുടെ സ്ട്രാറ്റജി ആയിരുന്നു. 11 മണിക്ക് നിങ്ങൾ പ്ലക്കാർഡ് നിൽക്കുക. സ്പീക്കർ അപ്പൊ അമിത്ഷായ്ക്ക് ഭയം വരുമോ സാർ? ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റാത്ത വേദി ഉണ്ടെങ്കിൽ പിന്നെ എവിടെയാ ഭയം? ഞങ്ങൾ നിൽക്കുന്നില്ല, ആ സ്ട്രാറ്റജി ഞങ്ങൾ നിൽക്കുന്നില്ല. അത് തന്നെയാണ് കാര്യം. നിങ്ങൾ ഇവിടെ തോക്ക് വെച്ചിട്ട് നിങ്ങൾ പറയാണ് വരൂ എന്ന് പറഞ്ഞാൽ ഇല്ല. നിങ്ങൾക്ക് ചർച്ചയ്ക്ക് കാര്യം നിങ്ങൾ വേറെ എന്താണ് ഒരു ഗിമിക്സ് കാണിക്കാനുള്ള ഒരു ശ്രമമാണത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പ്രധാനമന്ത്രി വന്ന സമയത്ത് എന്തായിരുന്നു ചെയ്തത്? ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, അത് തലയ്ക്ക് തോക്ക് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആ പരുവത്തിലായിരുന്നു അമിത്ഷാ എന്ന് താങ്കൾ അംഗീകരിച്ചല്ലോ. അല്ല, താങ്കൾ സംസാരിക്കാൻ മുഴുവൻ ഞാൻ പോയിക്കൊണ്ടിരുന്നാൽ താങ്കൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ആക്കാനുള്ള ശ്രമം നടത്തി, അതിൽ നിന്ന് മഞ്ജുഷ പറയുമ്പോഴും ഞാൻ കേൾക്കുന്നില്ല. പറ്റത്തില്ല എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതാണ് പറഞ്ഞത്. നിങ്ങൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇത് കഴിഞ്ഞപ്പം പാർലമെന്റിൽ നടക്കേണ്ടുള്ള ഡിസ്കഷൻ, ഈ പോയിന്റ്സ് എല്ലാം നിങ്ങളിൽ ധാരാളം ആളുകൾ ചോദിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കാനുള്ള അവസരം അവർക്ക് കൊടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്ട്രാറ്റജി ആരാണ് ചെയ്യുന്നത്? ശ്രീ രാഹുൽ ഗാന്ധി സ്വയം ചെയ്യണമെങ്കിൽ അതൊരു പൂർ സ്ട്രാറ്റജിയാണ്. ഞാൻ നിങ്ങൾ ശ്രീ സിബി എടുത്ത് ചോദിക്കട്ടെ. അതാണ് ശ്രീ വി ഡി സതീശൻ. എത്രയോ വിഷയങ്ങൾ നമ്മളെ കേരളത്തിലുണ്ട്. ശ്രീ വി ഡി സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നതേ തെരുവിൽ നടന്ന സമരത്തിന് കൊണ്ടല്ല, സഭയുടെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഓരോ ചോദ്യങ്ങളും അദ്ദേഹം സഭയിൽ ഉള്ളിൽ ചോദിച്ചുകൊണ്ടാണ്. ആ അവസരം അദ്ദേഹം ഉപയോഗിച്ചു. ഞാൻ ചോദിക്കുന്നത് മറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അത് ഉപയോഗിച്ചില്ല? സിബി ഇന്നലെ പറഞ്ഞതാണല്ലോ ഈ 24 മണിക്കൂർ ചർച്ചയാകാമെന്ന്. അത് സ്വീകരിച്ചു കൂടായിരുന്നോ ഇല്ലേ എന്നുള്ളതാണ്. ദിവസത്തെ പാർലമെന്റ് സെഷൻ ഡിസ്റപ്റ്റ് ചെയ്യിപ്പിച്ച ശേഷം അവസാന ദിവസം വന്നിട്ട് അതെ കാരണം ഇതാ എല്ലാ ദിവസവും അല്ലെ ചർച്ചയാണ് എല്ലാ ദിവസവും പറഞ്ഞോണ്ടിരിക്കുകയല്ല. ഈ പറഞ്ഞ അമിത്ഷാ 1-ാം ദിവസം വന്നിട്ട് നമുക്ക് ചർച്ചയാകാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു സിറ്റുവേഷൻ? അല്ലല്ല, അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഏറ്റവും അവസാന ദിവസം വന്നിട്ട് പറഞ്ഞു അല്ല, അങ്ങ് ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ശ്രീ സിബി, പ്രധാനമന്ത്രിയുടെ റെസിഡൻസിന്റെ പുറത്ത് 21 ജൂലൈ, അതായത് ആദ്യത്തെ ദിവസം നടന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ശ്രീ ജിതേന്ദർ സിംഗ് പറഞ്ഞു ഞങ്ങൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് അത് പറ്റത്തില്ല, ഇപ്പൊ ഞങ്ങൾക്ക് ധർമ്മേന്ദ്ര പ്രധാനാണ് രാജി. 25 ജൂലൈ 25 ജൂലൈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. എന്നിട്ട് എന്തായി? അല്ല, ഇപ്പൊ മോദി വരണം, അല്ല മോദി മാപ്പ് പറയണം. അമിത്ഷാ സഭയിൽ വന്നിട്ട് ഈ 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് നിങ്ങൾ റെസിഗ്നേഷൻ ചെയ്യണം. പൈലറ്റ് നിങ്ങൾ ഉപയോഗിച്ചോ? ആരാണ് ഉത്തരവാദി? നിങ്ങൾ അറിഞ്ഞില്ലേ ആരാണ് ഉത്തരവാദി? നിങ്ങൾ. അപ്പൊ റെസിഗ്നേഷൻ. ഇങ്ങനെയാണോ ചർച്ച ചെയ്യുന്നത്? ഒരു ചർച്ച എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോ തവണയും നിങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റി. നിങ്ങൾ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞു ചർച്ച വേണം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു റെസിഗ്നേഷൻ വേണം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വേണ്ട, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ, അതിന് മുമ്പ് ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങനെ ഓരോ സമയം ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ചർച്ചയാവത്തില്ല. അപ്പൊ ഗവൺമെന്റ് സ്ട്രാറ്റജി എടുക്കും. ഞങ്ങൾ നിന്ന് തരാൻ അത് പറ്റത്തില്ല. അത് ആ രീതിയിൽ തന്നെയാണ്. അതിനകത്ത് എന്താ സംശയം? എന്താ ഞങ്ങൾ അതായത് ഗവൺമെന്റിന് നട്ടല്ലില്ലായിരുന്നു ഒരു പ്രസ്താവന നടത്താൻ വിഷയത്തിൽ. മനസ്സിലായോ? അപ്പൊ അത് ചെയ്യാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞില്ല, അത് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞില്ല. മുമ്പത്തെ സെഷനിൽ ചെയ്തതാണെന്നേ. പ്രതിപക്ഷത്തെ 10-20 എണ്ണത്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിക്കൊണ്ട് ഇത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത്തവണ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം പുറത്ത് വേറൊരു പ്രശ്നം നടന്നു. ഇനി അകത്ത് രാഹുൽ ഗാന്ധിയെ കൂടെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട വെച്ചിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ഒരു 20 എണ്ണത്തിന് സസ്പെൻഡ് ചെയ്താൽ തീരും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രിയങ്ക ഉൾപ്പെടെ ഒരു 20 എണ്ണത്തിന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് സെഷൻ ഭംഗിയായിട്ട് നടക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് വേണ്ടാന്ന് വെച്ചത് അമിത്ഷായും നരേന്ദ്രമോദിയുടെയും വേറൊരു തന്ത്രമായിരുന്നു. ഇത് ബുദ്ധന്റെ തന്ത്രമാണ് പ്രയോഗിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.